നമസ്കാരം. വാർത്താസന്ധ്യയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള നേതാക്കൾ ഇന്ന് VSനെ കണ്ടു. രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് VS അച്യുതാനന്ദന്റെ ആരോഗ്യനില വിലയിരുത്തി. രക്തസമ്മർദ്ദം, ഹൃദയത്തിന്റെ പ്രവർത്തനം, അണുബാധ എന്നിവയിലാണ് ആശങ്ക. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം നിർദ്ദേശമനുസരിച്ച് ഇപ്പോൾ തുടർന്ന് ചികിത്സ തുടരാനാണ് മെഡിക്കൽ ബോർഡിന്റെയും തീരുമാനം. ഇതനുസരിച്ച് ഡയാലിസിസ് പുനരാരംഭിച്ചു. അണുബാധ തടയാൻ ആന്റിബയോട്ടിക് മരുന്നുകൾ നൽകുന്നുണ്ട്. ആവശ്യമെങ്കിൽ ചികിത്സയിൽ ഉചിതമായ മാറ്റം വരുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി VSനെ സന്ദർശിച്ചു. ഡയാലിസിസിൻ്റെ ഏറ്റവും തുടർച്ചയായിട്ടുള്ള ഡയാലിസിസ് സമ്പ്രദായം അത് ഇന്നും വീണ്ടും തുടരുന്നതാണ് അവരാലോചിക്കുന്ന കാര്യം. നമ്മൾ മുമ്പ് പലപ്പോഴും കണ്ടിട്ടുള്ളതുപോലെ വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായവും VSൻ്റെ നിശ്ചയദാർഢ്യവും VS വ്യായാമമൊക്കെ ചെയ്ത് ഉറപ്പിച്ച നല്ല ഒരു നമുക്കൊന്നുമില്ലാത്ത ആരോഗ്യമാണ് VSനുള്ളത്. അപ്പം അതൊക്കെ കൊണ്ട് അദ്ദേഹം ഈ ആരോഗ്യ പ്രതിസന്ധിയെ മറികടക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. മന്ത്രിമാരായ P. പ്രസാദ്, J. ചിഞ്ചുറാണി എന്നിവരും ഇന്ന് VSനെ കാണാനെത്തി. 24 തിരുവനന്തപുരം. സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് സ്ഥാനം ഏറ്റെടുത്തത്. കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പുതിയ പോലീസ് മേധാവി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും വിടുതൽ അനുമതി ലഭിച്ചതിനു പിന്നാലെ ഇന്ന് പുലർച്ചെയാണ് റവാഡ ചന്ദ്രശേഖർ കേരളത്തിലെത്തിയത്. രാവിലെ 7 മണിക്ക് പോലീസ് ആസ്ഥാനത്ത് ADGPമാർ ചേർന്ന് റവാഡ ചന്ദ്രശേഖറെ സ്വീകരിച്ചു. പിന്നാലെ പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതലയുള്ള ADGP H. വെങ്കടേഷിൽ നിന്ന് അധികാരമേറ്റെടുത്തു. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ചുമതലയേറ്റ ശേഷം റവാഡ ചന്ദ്രശേഖർ നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇപ്പോൾ ഉപദ്രവമായിട്ട് മാറുന്നത് ഈ ഡ്രഗ്സിൻ്റെ പ്രഭാവമാണ്. അതിനെ നേരിടാനുള്ള ഒരു നയം പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കും. ചുമതല ഏറ്റെടുത്ത ശേഷം പുതിയ പോലീസ് മേധാവി നടത്തിയ ആദ്യ വാർത്താ സമ്മേളനം നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകനല്ലാത്തയൊരാൾ പോലീസ് മേധാവിയുടെ അടുത്തേക്ക് കടലാസുകളുമായി ചെന്ന് പരാതി ഉന്നയിച്ചു. മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് DGPയോട് ചോദ്യങ്ങൾ ഉയർത്തിയത്. അതേസമയം കണ്ണൂരിലെത്തിയ റവാഡ ചന്ദ്രശേഖർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. കണ്ണൂരിൽ സർക്കാരിന്റെ മേഖലാ അവലോകന യോഗത്തിലും പുതിയ പോലീസ് മേധാവി പങ്കെടുത്തു. തിരുവനന്തപുരം, കണ്ണൂർ. റവാഡ ചന്ദ്രശേഖരനെ പോലീസ് മേധാവിയായി നിയമിച്ചതിൽ ന്യായീകരണവുമായി CPIM നേതാക്കൾ. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മുതൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വരെ നിയമനത്തെ ന്യായീകരിച്ച് രംഗത്തെത്തി. കേന്ദ്രവുമായുള്ള CPIMന്റെ ധാരണയാണ് നിയമനത്തിലൂടെ പ്രകടമായതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കൂത്തുപറമ്പ് വെടിവെപ്പിനെക്കുറിച്ച് നോ കമന്റ്സ് എന്നായിരുന്നു റവാഡ ചന്ദ്രശേഖരന്റെ പ്രതികരണം. കൂത്തുപറമ്പ് വെടിവെപ്പിന് പിന്നാലെ CPIM പ്രതിസ്ഥാനത്ത് നിർത്തിയ റവാഡ ചന്ദ്രശേഖരെ പോലീസ് മേധാവിയാക്കിയതോടെ അതിനെ ന്യായീകരിക്കാനുള്ള മത്സരത്തിലാണ് CPIM നേതാക്കൾ. വ്യക്താക്കളല്ലേ ഇവരല്ലേ അന്ന് കൊന്നത്, അല്ലാണ്ട് റവാഡ ചന്ദ്രശേഖരന് പോലെ ആരുമല്ലോ കൊന്നത്. നിയമനത്തിൽ അതൃപ്തി പരസ്യമാക്കിയ P. ജയരാജൻ നിശബ്ദത പാലിച്ചപ്പോൾ സംസ്ഥാന സെക്രട്ടറി മുതൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി വരെ ന്യായീകരണവുമായി രംഗത്തെത്തി. ഇപ്പം നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും റവാഡ ചന്ദ്രശേഖരൻ 2 ദിവസം മുമ്പ് ഈ ഒരു സംഭവം നടക്കാൻ വേണ്ടി പോകുന്നു എന്ന് മനസ്സിലാക്കി നേരെ സർവീസിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് നേരെ അവിടെ വന്നു. എന്നിട്ട് ഈ സംഭവത്തിന് ആകെ നേതൃത്വം നൽകി കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചു വരുത്തി അങ്ങ് വെടിവെച്ചു എന്ന് പറയുന്ന പോലെയല്ലേ നിങ്ങൾ പറയുന്നത്? ഞാൻ പറയുന്നത് വസ്തുതയാണ്. പ്രതിപക്ഷമാകട്ടെ പോലീസ് മേധാവി നിയമനത്തിൽ കേന്ദ്ര സർക്കാരുമായി ധാരണയെന്നാരോപിക്കുകയാണ്. കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയാണ് ഈ പുതിയ DGP എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചേരിതിരിഞ്ഞ് ആരോപണ യുദ്ധം മുറുകുമ്പോൾ റവാഡ ചന്ദ്രശേഖർ വിവാദ വിഷയത്തിൽ നിശബ്ദത പാലിക്കുകയാണ്. റവാഡ ചന്ദ്രശേഖരന്റെ നിയമനം സർക്കാർ കാര്യമെന്നായിരുന്നു CPIയുടെ പ്രതികരണം. ന്യായീകരണങ്ങൾ പലത് നിരത്തിയാലും കൂത്തുപറമ്പ് വെടിവെപ്പിനെ വൈകാരികമായി കാണുന്ന CPIM അണികൾക്ക് നിയമനം ബോധ്യമാകാൻ നേതൃത്വത്തിന് കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് 24.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ഹസന്റെ തുറന്നുപറച്ചിൽ ഫലം കണ്ടു. മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ തുടങ്ങി. അതേസമയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ BS സുനിൽകുമാറിനെ മാറ്റിയേക്കും എന്നാണ് സൂചന. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിച്ചു. യൂറോളജി വിഭാഗം മേധാവിയുടെ പരസ്യപ്രതികരണവും തുടർ വിവാദവും വേണ്ടിവന്നു പ്രശ്നപരിഹാരത്തിന്. ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം ഇന്ന് രാവിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിച്ചു. ഇതോടെ യൂറോളജി വിഭാഗത്തിൽ മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു. അതേസമയം സൂപ്രണ്ട് ഡോക്ടർ BS സുനിൽകുമാറിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തി. ഡോക്ടർ ഹാരിസ് ഹസന്റെ തുറന്നു പറച്ചിലിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ KGM-CTA പ്രതിഷേധ സംഘടിപ്പിച്ചു. അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് അത് കണക്കിലെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ സ്ട്രോങ് ആയി രംഗത്തിറങ്ങുന്നതായിരിക്കും. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിച്ചു. സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലായിരുന്നു പ്രതിഷേധ മാർച്ച്. വയനാട് മാനന്തവാടി, പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മാസം കഴിഞ്ഞ് ഇതൊക്കെ നേരെയാക്കാൻ ആൺകുട്ടികൾ ഈ നാട്ടിൽ വരുമെന്നുള്ള സംശയമില്ല. പക്ഷെ ആ 8 മാസത്തേക്ക് കൂടി ജനങ്ങളെ ഇത് അനുഭവിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ഈ ഗവൺമെന്റ് ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിലാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മനഃപൂർവ്വം കേടാക്കിയെന്ന പരാതി വീണ്ടും ഉയർത്തി മുൻ വാർഡ് കൗൺസിലർ. ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തൽ കൂടി ചേർത്ത് മനുഷ്യാവകാശ കമ്മീഷന് പരാതി പുതുക്കി നൽകിയതായി GS ശ്രീകുമാർ 24നോട് പറഞ്ഞു. അത് 2023 ഈ മൂത്രാശയത്തിലെ കല്ലുകൾ പൊടിക്കുന്നതിനുള്ള ആ ഉപകരണത്തിൻ്റെ അതിൻ്റെ ഒരു കേബിൾ നശിപ്പിക്കട്ട നിലയിൽ കണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് അന്ന് പത്രങ്ങളിലൊക്കെ മീഡിയയിലൊക്കെ വലിയ വാർത്തകൾ വരികയും അതിനെ പല കമ്മിറ്റികൾ അന്വേഷിക്കുകയും ചെയ്തു. 2-3 കമ്മിറ്റികൾ അന്വേഷിച്ചു. അത് മനഃപൂർവ്വം കേടുവരുത്തിയതും ആണ് എന്നുള്ളതാണ് അതിലെ ഒരു പ്രധാന സംഭവം. പക്ഷേ നാളിതുവരെയായിട്ടും അതിന് വേറെ നടപടികൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഉപകരണം ഉണ്ടെങ്കിൽ അതിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്, അത് ആരൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു മാർഗ്ഗനിർദ്ദേശവും ഇല്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ ഇത് സ്വാഭാവികമായി ഉണ്ടായതല്ല, മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ്. 2023 130 ഓപ്പറേഷനുകൾ മാറ്റിവെച്ചു. അതാണ് എൻ്റെ പരാതി. ആ പരാതി 2023 മുതൽ 25 വരെയും ഇതിവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. മകൻ പ്രണവിന് പിന്നാലെ മോഹൻലാലിന്റെ മകൾ വിസ്മയയും സിനിമയിലേക്ക്. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന സിനിമയിലൂടെയാണ് വിസ്മയയുടെ അരങ്ങേറ്റം. ആശീർവാദ് സിനിമാസിന്റെ 37ാം സിനിമയിലാണ് വിസ്മയ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമാകുന്നത്. മോഹൻലാൽ തന്നെയാണ് മകളുടെ സിനിമാ അരങ്ങേറ്റം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത്. ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സിനിമയുമായുള്ള പ്രണയബന്ധത്തിന്റെ ആദ്യ കാൽവെപ്പ് എന്നാണ് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. തമിഴ്നാട് ശിവഗംഗ കസ്റ്റഡി മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു മദ്രാസ് ഹൈക്കോടതി. പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് നടത്തിയത്. കൊല്ലപ്പെട്ട അജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ശിവഗംഗ കസ്റ്റഡി മരണത്തിൽ പോലീസിന്റെയും സർക്കാരിന്റെയും സകല പ്രതിരോധങ്ങളെയും തകർത്തത് വഴിപോക്കനായ യുവാവ് പകർത്തിയ ഈ ദൃശ്യങ്ങളാണ്. അജിത് കുമാറിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം ആളൊഴിഞ്ഞ മൈതാനത്ത് വെച്ച് പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. 30ലധികം പാടുകളാണ് ദേഹത്തുള്ളതെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം. അജിത്തിന്റെ മുഖത്തും സ്വകാര്യ ഭാഗങ്ങളിലും പോലീസ് മുളകുപൊടി തേച്ചു. പോലീസ് സ്പോൺസേർഡ് കുറ്റകൃത്യമാണെന്നും വാടക കൊലയാളികൾ പോലും ഒരാളെ ഇങ്ങനെ മർദ്ദിക്കില്ലെന്നും കോടതി വിമർശിച്ചു. ജില്ലാ ജഡ്ജി ജോൺ സുന്ദർലാൽ സുരേഷിനാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ചുമതല. മോഷണം നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ക്ഷേത്രത്തിലെ CCTV DVR പോലീസ് കൊണ്ടുപോയെന്ന് ക്ഷേത്ര ഭാരവാഹി കോടതിയിൽ പറഞ്ഞു. എന്നാൽ പോലീസ് പിടിച്ചെടുത്ത സാധനങ്ങളുടെ കൂട്ടത്തിൽ ഇതില്ല. ഈ സാഹചര്യത്തിൽ ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായി സൂക്ഷിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കേസിൽ അറസ്റ്റിലായ 5 പോലീസുകാരെ മധുരൈ ജയിലിലേക്ക് മാറ്റി. ശിവഗംഗ SP ആശിഷ് റാവത്തിനെ ചുമതലയിൽ നിന്ന് നീക്കി. പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരായ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. 24 ചെന്നൈ. ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ നിർദ്ദേശം അനുസരിച്ചെന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ സർക്കാർ.
ഗവർണറുടെ അധികാരപരിധിയും പദവിയുമായി ബന്ധപ്പെട്ട കോടതി വിധികളും വ്യക്തമാക്കുന്ന പാഠഭാഗങ്ങളുടെ കരട് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി. അതിനിടെ ഗവർണറുടെ സുരക്ഷയ്ക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മണിക്കൂറുകൾക്കകം സ്ഥലം മാറ്റിയതിൽ രാജ്ഭവൻ സർക്കാരിനെ അതൃപ്തി അറിയിച്ചേക്കും. സംസ്ഥാനങ്ങളിൽ ഗവർണർക്കുള്ള അധികാരപരിധി, ചുമതലകൾ എന്നിവ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള പാഠഭാഗങ്ങൾ തയ്യാറായി. 10ാം ക്ലാസ് സാമൂഹ്യ പാഠപുസ്തകത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഭാഗത്താണ് ഗവർണറെക്കുറിച്ച് പറയുന്നത്. ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ നിർദ്ദേശമനുസരിച്ചാകണമെന്ന് ഇതിൽ പറയുന്നു. ഗവർണറുടെ അധികാരത്തെക്കുറിച്ചുള്ള സമീപകാല കോടതി വിധികളും പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തി. പാഠപുസ്തകത്തിന്റെ 2ാം ഭാഗത്തിന് അംഗീകാരം നൽകാൻ കരിക്കുലം കമ്മിറ്റി വെള്ളിയാഴ്ച ചേരും. കരിക്കുലം കമ്മിറ്റി അംഗീകരിച്ചാൽ ഈ അക്കാദമിക് വർഷം തന്നെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഗവർണറെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ പഠിക്കും. ഗവർണറുടെ സുരക്ഷയ്ക്ക് നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ മണിക്കൂറുകൾക്കകം സ്ഥലം മാറ്റിയതുള്ള അതൃപ്തി രാജ്ഭവൻ നേരിട്ട് സർക്കാരിനെ അറിയിച്ചേക്കും. സാങ്കേതിക പ്രശ്നത്തെ തുടർന്നാണ് സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദാക്കിയതെന്നാണ് സർക്കാർ വാദം. 24 തിരുവനന്തപുരം. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. കുടുംബത്തിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച 7 ലക്ഷം രൂപ 10 ദിവസത്തിനകം കെട്ടിവെക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഇടക്കാല ഉത്തരവ്. ഹർജി ഈ മാസം 11-ന് കോടതി വീണ്ടും പരിഗണിക്കും. മാർക്ക് ഏകീകരണത്തിന് ശേഷമുള്ള ആദ്യത്തെ കീം പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. എഞ്ചിനീയറിംഗിൽ എറണാകുളം സ്വദേശി ജോൺ ഷിനോജിനാണ് 1ാം റാങ്ക്. എറണാകുളം ചെറായി സ്വദേശി ഹരികൃഷ്ണൻ ബൈജു 2ാം റാങ്കും കോഴിക്കോട് കാക്കൂർ സ്വദേശി അക്ഷയ് ബിജു ബി 3ാം റാങ്കും നേടി. എഞ്ചിനീയറിംഗിൽ ആദ്യ 100 റാങ്കിൽ 43 പേരും സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരാണ്. ഫാർമസിയിൽ ആലപ്പുഴ സ്വദേശി അനഘ അനിൽ 1ാം റാങ്ക് സ്വന്തമാക്കി. കോട്ടയം സ്വദേശി ഋഷികേഷ് ആർ ഷേണായിക്കാണ് 2ാം റാങ്ക്. വലിയ സന്തോഷമെന്ന് 1ാം റാങ്ക് നേടിയ ജോൺ ഷിനോജ് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇതങ്ങനെ പ്രതീക്ഷിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ ഇതൊക്കെ കാരണം ഞാൻ സ്റ്റേറ്റ് വരുന്നു. അപ്പോൾ 20ന്റെ അടുത്തൊക്കെയാണ് പ്രതീക്ഷിച്ചുള്ളൂ. എന്നാലും വളരെ സന്തോഷമുണ്ട് ഇത്രയും നല്ല റാങ്ക് കിട്ടിയത്. ഇതെന്റെ അമ്മ. അപ്പനിപ്പോൾ ആക്ച്വലി ജോലിയിലാണ്. ഇപ്പോൾ ഒരു 6 മണി 7 മണിയൊക്കെ ആവും വരുമ്പോൾ. ഇതെന്റെ അനിയൻ, ഇതെന്റെ അനിയത്തി. ഞാൻ +1 +2 മാന്നാനത്തെ കെയിലായിരുന്നു. പിന്നെ അതിനു മുമ്പ് വാരക്കുളത്തെ ബെത്ലത്തും പിന്നെ ചാവറയിലും പഠിച്ചായിരുന്നു. എൻ്റെ ഒരു സാറാണ് വിളിച്ചു പറഞ്ഞത്. അത് അമ്മയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം. ദക്ഷിണേന്ത്യയിലെ നിരവധി ബോംബ് സ്ഫോടനങ്ങളുടെ സൂത്രധാരനായ അബൂബക്കർ സിദ്ദീഖ് പിടിയിൽ. ആന്ധ്രയിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് ഇയാളെ തമിഴ്നാട് പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. അബൂബക്കർ സിദ്ദീഖിനൊപ്പം ഉണ്ടായിരുന്ന മുഹമ്മദ് അലിയെയും പിടികൂടിയിട്ടുണ്ട്. 1999-ലെ ബംഗളൂരു സ്ഫോടനത്തിൽ ഉൾപ്പെടെ പ്രതിയാണ് അബൂബക്കർ സിദ്ദീഖ്. തെലങ്കാനയിലെ മരുന്ന് നിർമ്മാണ ഫാക്ടറിയിൽ ഇന്നലെ പുലർച്ചെയുണ്ടായ സ്ഫോടനത്തിൽ മരണം 44ആയി. അപകടത്തിൽപ്പെട്ട 17 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി തുടങ്ങി. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അപകടസ്ഥലം സന്ദർശിച്ചു. ഇന്നലെ പുലർച്ചെയുണ്ടായ അപകടത്തിൽ ആകെ 44 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെയും ഉച്ചയ്ക്കുമായി പുറത്തെടുത്ത മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ്. അയൽ സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചവരിലധികവും. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകി തുടങ്ങി. 17 പേരെ ഇനിയും കണ്ടെത്താനുള്ളതിനാൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 143 തൊഴിലാളികളായിരുന്നു അപകടസ്ഥലത്തുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അപകടസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. അപകടത്തിൽ സർക്കാർ വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ അടിയന്തര സഹായം നൽകി. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. 24 ചെന്നൈ. വാർത്താസന്ധിയിലേക്ക് വീണ്ടും. പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദ ആത്മഹത്യ ചെയ്ത കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലമാറ്റം. നാട്ടുകൽ CI B ഹബീബുള്ളയെയാണ് സൈബർ പോലീസിലേക്ക് മാറ്റിയത്. കേസ് അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ആശിർ നന്ദയുടെ ആത്മഹത്യയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത നാട്ടുകൽ പോലീസ് പക്ഷേ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്ന ആരെയും പ്രതി ചേർത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനായ CI ഹബീബുള്ളക്കെതിരെ ഗുരുതരാരോപണങ്ങൾ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഉന്നയിച്ചിരുന്നു. FIRലെ പിഴവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആരോപണം ഉന്നയിച്ചത്. 4 ദിവസം മുൻപ് ഇറങ്ങിയ ഉത്തരവിലാണ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ CI ഹബീബുള്ളയെ പാലക്കാട് ജില്ലാ സൈബർ പോലീസിലേക്ക് സ്ഥലം മാറ്റിയത്. ഹബീബുള്ളക്കെതിരെ നേരത്തെ മണ്ണാർക്കാട്ടെ ഒരു വനിതാ അഭിഭാഷകയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അപമാനിച്ചു എന്ന പരാതി ഉണ്ടായിരുന്നു. കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്നാരോപിച്ച് KSU നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി.
സമരത്തെ തുടർന്ന് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതവും സ്തംഭിച്ചു. രാജീവ് സുദേവിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 പാലക്കാട്. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രൻ കൊലക്കേസിൽ വിദേശത്തേക്ക് കടന്ന മുഖ്യപ്രതി നൌഷാദിനെ നാട്ടിലെത്തിക്കാൻ നടപടിയുമായി പോലീസ്. പ്രതിക്കായി റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കസ്റ്റഡിയിലുള്ള 2 പ്രതികളുമായി തെളിവെടുപ്പ് തുടരുകയാണ്. 1.5 വർഷം മുമ്പ് കോഴിക്കോട് മായനാട് നിന്ന് കാണാതായ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ട കേസിലെ മുഖ്യപ്രതി നൌഷാദ് വിദേശത്തേക്ക് കടന്നിരുന്നു. നൌഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. പ്രതിക്കായി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. വൈകാതെ റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കേസിൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ വള്ളുവാടി കിടങ്ങനാട് സ്വദേശി അജേഷ്, നെന്മേനി പാലാക്കുനി സ്വദേശി ജ്യോതിഷ് എന്നിവരുമായി പോലീസ് തെളിവെടുപ്പ് തുടരുകയാണ്. പ്രതികൾ ഒളിപ്പിച്ച ഹേമചന്ദ്രന്റെ 2 മൊബൈൽ ഫോണുകൾ കഴിഞ്ഞ ദിവസം കണ്ടെടുത്തിരുന്നു. മൈസൂരു ബംഗളൂരു റൂട്ടിൽ റോഡരികിലെ കാട് മൂടിയ സ്ഥലത്തെ പാറകൾക്കിടയിൽ നിന്നാണ് ഫോണുകൾ കണ്ടെത്തിയത്. ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയ ശേഷം അന്വേഷണം വഴിതിരിച്ചുവിടാൻ പ്രതികൾ ഈ ഫോണുകൾ വൈത്തിരി, ചേരമ്പാടി, മൈസൂരു, ഗൂഡല്ലൂർ എന്നിവിടങ്ങളിൽ എത്തിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ഹേമചന്ദ്രന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. DNA പരിശോധനാ ഫലം ലഭിച്ച ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ചിട്ടി നടത്തിയിരുന്ന ഹേമചന്ദ്രൻ നൌഷാദിന് 3 ലക്ഷം രൂപ നൽകാനുണ്ടായിരുന്നു. ഇത് നൽകാതായതോടെ നൌഷാദും സംഘവും ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി എന്നാണ് കേസ്. 24 കോഴിക്കോട്. ഇന്ത്യ പാക് സംഘർഷത്തിൽ വെടിനിർത്തലിന് ഇടപെട്ടു എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം വീണ്ടും തള്ളി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ഇന്ത്യയെ സംബന്ധിച്ച് വെടിനിർത്തലും വ്യാപാരവുമായി യാതൊരു ബന്ധവുമില്ല എന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. വെടിനിർത്തലിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടു എന്ന വാദം എസ് ജയശങ്കർ വീണ്ടും തള്ളി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഫോണിൽ സംസാരിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം താനുമുണ്ടായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് വെടിനിർത്തലും വ്യാപാരവുമായി യാതൊരു ബന്ധവുമില്ല. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് കനത്ത ആക്രമണമുണ്ടാകുമെന്ന് വാൻസ് പറഞ്ഞു. ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രധാനമന്ത്രി മറുപടി നൽകി. കാശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന സ്രോതസ് ടൂറിസമാണ്. ഇതിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പഹൽഗാം ഭീകരാക്രമണമെന്നും എസ് ജയശങ്കർ. ഐക്യരാഷ്ട്ര സംഘടനാ ആസ്ഥാനത്ത് നടന്ന പരിപാടിയിലായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ പരാമർശം. UN രക്ഷാസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പാകിസ്ഥാൻ എത്തുന്നതിന് മുന്നോടിയായാണ് വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. 24 ഡൽഹി. സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹനാപകടത്തിൽ 3 പേർ മരിച്ചു. കോട്ടയം കോടിമതയിൽ ജീപ്പും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. മൂന്നാറിൽ ട്രക്കിംഗ് ജീപ്പ് മറിഞ്ഞ് ചെന്നൈ സ്വദേശിക്ക് ജീവൻ നഷ്ടമായി. ഇന്ന് പുലർച്ചെ കോട്ടയം കോടിമതയിലായിരുന്നു ബൊലോറോ ജീപ്പും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. മണിപ്പുഴ ഭാഗത്തു നിന്ന് വന്ന ബൊലോറോ ജീപ്പ് എതിർദിശയിൽ നിന്നും വന്ന പിക്കപ്പ് വാനിൽ ഇടിച്ച് മറിയുകയായിരുന്നു. അപകടത്തിൽ ബൊലോറോ ജീപ്പ് പൂർണ്ണമായും തകർന്നു. 7 പേരായിരുന്നു ജീപ്പിലുണ്ടായിരുന്നത്. കൊല്ലാട് സ്വദേശികളായ ജയ്മോൻ, അർജുൻ എന്നിവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കും പരിക്കേറ്റു. ജീപ്പിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് അപകടത്തിന് കാരണമായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചങ്ങനാശ്ശേരിക്ക് വന്ന് ബില്ലേറായിരുന്നു. അത് ഒരു കാറിനെ ഓവർടേക്ക് ചെയ്ത് കയറുക. കാറുകാർ സൈഡ് ഒതുക്കി. പക്ഷെ ഇവിടെ നിന്ന് ഇടിച്ച് അവിടം വരെ വണ്ടി പോയത്. അമ്മ നല്ല സ്പീഡായിരുന്നു. ഓവർടേക്കിങ്ങിന്റെ ഇടയ്ക്ക് കാറുകാർക്കിട്ട് ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയറി വന്ന അന്നേരം അതിനിട്ട് തട്ടിയത്. പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്ന 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂന്നാറിൽ ട്രക്കിംഗ് ജീപ്പ് മറിഞ്ഞാണ് ഒരാൾ മരിച്ചത്. ചെന്നൈ സ്വദേശി പ്രകാശാണ് മരിച്ചത്. പോതമേടുള്ള റിസോർട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപകടം. അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 10 പേർ ജീപ്പിലുണ്ടായിരുന്നുവെന്നാണ് വിവരം. 24 കോട്ടയം, ഇടുക്കി. പത്തനംതിട്ട കോന്നി വയക്കരയിൽ കാട്ടാന പാഞ്ഞെടുത്തതിനെ തുടർന്ന് 8 വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ആനയെ തുരത്താനുള്ള ദൌത്യത്തിനിടയിലാണ് പരിക്കേറ്റത്. പാലക്കാട് അട്ടപ്പാടി ചീരക്കടവ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ ഉൾക്കാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറാവാതെ ഇവിടെ തന്നെ തുടരുകയാണ്. പൊമ്മിയാമ്പടിയിൽ വീടിന്റെ ഗേറ്റ് തള്ളി തുറന്ന് കാട്ടാന വീട്ടുവളപ്പിലേക്ക് പ്രവേശിക്കുന്ന CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. തമിഴ്നാട് നീലഗിരി ഗൂഡല്ലൂരിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനകൾ ഇറങ്ങി. പാടന്തുരൈ പ്രദേശത്താണ് 2 കാട്ടാനകൾ ഇറങ്ങിയത്. വാർത്തകളിലേക്ക് വീണ്ടും. കണ്ണൂരിൽ വീടിനകത്ത് കളിപ്പാട്ടത്തിനടിയിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. ചെറുവാഞ്ചേരി സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. വീട്ടിനകത്ത് സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഒടുവിലിത കുട്ടികളുടെ കളിപ്പാട്ടത്തിൽ പോലും വിഷപ്പാമ്പുകൾ പതിയിരിക്കുകയാണ്. ചെറുവാഞ്ചേരി സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് 8 അടി നീളമുള്ള രാജവെമ്പാലയെ പിടികൂടിയത്.
ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ നോക്കിയപ്പോഴാണ് ശ്രീജിത്തിന്റെ മകൻ കളിക്കുന്ന ടോയ് കാറിന്റെ അടിയിൽ പാമ്പിനെ കണ്ടത്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് റെസ്ക്യൂവർ എത്തി പാമ്പിനെ പിടികൂടി. മഴക്കാലമായതിനാൽ പാമ്പുകൾ കൂടുതലായി വീടുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ടെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വനം വകുപ്പ് അറിയിച്ചു. 24 കണ്ണൂർ. നോക്കാമിനി കായിക വാർത്തകൾ. ഫിഫ ക്ലബ്ബ് ലോക ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട് റയൽ മാഡ്രിഡ് ഇന്ന് കളത്തിൽ. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ യുവന്റസ് ആണ് എതിരാളികൾ. ഫിഫ ക്ലബ്ബ് ലോകകപ്പിൽ അൽ ഹിലാലിനെതിരായ സമനിലക്കുരുക്കോടെ തുടങ്ങിയ റയൽ മാഡ്രിഡ് പതിയെ താളം വീണ്ടെടുക്കുകയാണ്. മെക്സിക്കൻ ക്ലബ്ബ് പച്ചൂക്കയെയും ഓസ്ട്രിയൻ ക്ലബ്ബ് RB സാൽസ്ബർഗിനെയും വീഴ്ത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ പ്രീ ക്വാർട്ടറിലെത്തിയ ലോസ് ബ്ലാങ്കോസിന് ഇനി നേരിടാനുള്ളത് ഇറ്റാലിയൻ വമ്പന്മാരായ യുവന്റസിനെ. അസുഖം ഭേദമായി സൂപ്പർ താരം കിലിയൻ എംബാപ്പെ തിരിച്ചെത്തുന്നത് റയലിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല. എന്നാൽ എംബാപ്പെ ആദ്യ 11-ൽ കളിക്കാൻ സാധ്യത കുറവ്. വിനീഷ്യസ് ജൂനിയർ, ജൂഡ് ബെല്ലിംഗ്ഹാം, വാൽവർദെ എന്നിവർ പതിവ് ഫോമിലേക്ക് ഉയർന്നാൽ ഇറ്റാലിയൻ ക്ലബിന് പിടിച്ചു നിൽക്കാനാവില്ല. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് തകർന്നടിഞ്ഞെങ്കിലും യുവന്റസും മോശമല്ല. കോളോ മുവാനിയും ഫ്രാൻസിസ്കോ കോൺസിക്കാവോയും ഇൽഡിസുമെല്ലാം ചേർന്ന ടീം റയലിന് ഷോക്ക് കൊടുക്കാൻ പോകുന്നവരാണ്. അവസാന 8-ൽ ഇടം മോഹിച്ച ബൊറൂസിയ ഡോട്ട്മുണ്ടും കളത്തിലെത്തും. ഇന്ത്യൻ സമയം നാളെ രാവിലെ 6:30 നടക്കുന്ന കളിയിൽ സെർജിയോ റാമോസിന്റെ മോൺട്രിയാണ് എതിരാളികൾ. സ്പോർട്സ് ഡെസ്ക് 24. വാർത്താസന്ധ്യ പൂർത്തിയാവുകയാണ്. ഇനി പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടി കാണാം. പ്രേക്ഷകർക്കൊപ്പം ഗൂഗിൾ രവിയെത്തും. നമസ്കാരം.